അങ്ങനെ INS സൂറത്തിൽ നിന്നും മിസൈലുകളെ പായിച്ച് പാകിസ്ഥാൻ ആദ്യ സർപ്രൈസ് കൊടുക്കുന്നു. ഭയക്കേണ്ടതില്ല, വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് അതൊക്കെ തന്നെ എത്തിച്ചേരുമെന്ന സൂചനയും ഇതോടൊപ്പം തന്നെ നൽകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ഇന്ത്യ നേരിടാൻ തന്നെ തയ്യാറെടുപ്പ് നടത്തുകയാണ്. പാകിസ്ഥാനും ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. അതിനുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് കിട്ടേണ്ടയിടത്ത് നല്ല രീതിയിലുള്ള കൊട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ വിറപ്പിക്കുന്നത്. ഇതിന് പുറകെ സൈനികപരമായിട്ടുള്ള നീക്കങ്ങളും തുടങ്ങുന്നു. അതിൻ്റെ സാമ്പിൾ ഡോസ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണ മേഖലയിലേക്ക് INS വിക്രാന്ത് കുതിച്ചൊരു വാർത്ത നമ്മളേവരും കണ്ടതാണ്. തൊട്ടുപിറകെ ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലായ INS സൂറത്തിൽ നിന്നും ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷണം കൂടി നടത്തിയിരിക്കുകയാണ്. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണമാണ് വളരെ വിജയകരമായി പൂർത്തീകരിച്ചത്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തുമെന്ന റിപ്പോർട്ട് ലഭിച്ചതിന് പിറകെ തന്നെ ഇന്ത്യയും ഈ പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ നാവികസേന അറബിക്കടലിൽ നടത്താനിരുന്ന മിസൈൽ പരീക്ഷണത്തിന് മുന്നോടിയായി തന്നെ ഇന്ത്യ ഈ പരീക്ഷണം പൂർത്തീകരിച്ചത് കൃത്യമായൊരു സന്ദേശം തന്നെയാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്. ഉപരിതല മിസൈലുകളെയും മറ്റ് വ്യോമാക്രമണങ്ങളെയും കടുത്ത രീതിയിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. ഇന്ത്യൻ നാവികസേനയുടെ തന്നെ ഏറ്റവും പുതിയ മിസൈൽ ഡിസ്ട്രോയർ കപ്പലിലൊന്നായിട്ടുള്ള INS സൂറത്തിൽ നിന്ന് തന്നെ വിജയകരമായി ഈ മിസൈൽ പരീക്ഷണം പൂർത്തീകരിച്ച് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്ന മറ്റൊരു നാഴികക്കല്ല് കുറിച്ചുവെന്നാണ് നാവികസേന പറയുന്നത്. തദ്ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പന, വികസനം, പ്രവർത്തനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ വളർന്നു വരുന്ന പ്രാവീണ്യം തന്നെയാണ് ഈ നേട്ടത്തിലൂടെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ നിർമ്മാണത്തിലും സമുദ്ര സുരക്ഷയിലുമൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സുപ്രധാനമായ കുതിച്ചുചാട്ടത്തെ കൂടി ഈ പരീക്ഷണം അടയാളപ്പെടുത്തുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും നൂതനവുമായിട്ടുള്ള ഡിസ്ട്രോയറുകളിൽ ഒന്ന് തന്നെയാണ് INS സൂറത്ത്. അതുപോലെ തന്നെ P-15B ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രൊജക്റ്റിലെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കപ്പൽ കൂടിയാണ് INS സൂറത്ത്. അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളുമൊക്കെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ മുന്നോട്ട് കുതിക്കുന്നത്. നിലവിൽ 130ഓളം യുദ്ധക്കപ്പലുകളും 251 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമൊക്കെ നാവികസേനയ്ക്ക് സ്വന്തമായുള്ളപ്പോഴാണ് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഉറപ്പായും ഇതിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ശക്തമായ സന്ദേശം കൊടുത്തിരിക്കുന്നത്. ഭീകരർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഇതോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്.